ബാച്ചിലേഴ്സിനും പ്രവാസികൾക്കുമൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു വൺ പോട്ട് കടലക്കറിയാണ് കേട്ടോ ഇത്. ഏറ്റവും സിമ്പിളാണ്, ഏറ്റവും ടേസ്റ്റും കൂടുതലാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിവിടെ കുറച്ച് കടലയൊക്കെ കുതിർക്കാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. രാത്രിയിലൊക്കെ കടല കുതിർക്കാൻ താമസിച്ചു പോയോ മറന്നു പോവുകയൊക്കെ ചെയ്താൽ ഇതേപോലൊരു ടിപ്പ് നമ്മൾ ചെയ്താൽ മതി കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ കുക്കർ വെച്ച് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലത്തെ തനി കേരള നാടൻ റെസിപ്പീസിനൊക്കെ വെളിച്ചെണ്ണയാണ് നല്ലത്. ഏകദേശം 1.25 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 കഷ്ണം പട്ട, 3 ഏലക്ക, 2 ഗ്രാമ്പു ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പെരിഞ്ജീരകം ഉണ്ടല്ലോ, അതും ഏകദേശം ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മൂത്ത് മൊരിഞ്ഞ് വരണം. ആ ഒരു മസാലയുടെയൊക്കെ മണം നന്നായിട്ട് ഇങ്ങനെ അടിക്കണം. ഈ ഒരു സമയത്ത് മീഡിയം വലുപ്പത്തിലുള്ള 4 സവോളയും കുറച്ച് തേങ്ങാക്കൊത്തും കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. തേങ്ങാക്കൊത്ത് ഇതുപോലെ ഇച്ചിരി വലിയ കഷ്ണങ്ങളായിട്ട് നീളത്തിലിങ്ങനെ മുറിച്ചിടണം. അതാകുമ്പോൾ കാണാനൊരു ഭംഗിയുണ്ട്, നമുക്ക് എടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. കടലക്കറിക്കൊക്കെ തേങ്ങാക്കൊത്ത് നമ്മൾ ചേർക്കുമ്പോഴാണ് ആ ഒരു കറിക്ക് ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇങ്ങനെ വഴറ്റി കൊടുക്കണം. ആ ഒരു ഹോൾ സ്പൈസസിനകത്ത് കിടന്ന് ഈ ഒരു സവാളയും തേങ്ങാക്കൊത്തുമൊക്കെ നന്നായിട്ട് ഇങ്ങനെ വഴണ്ട് വരണം. ശരിക്കും പറഞ്ഞാൽ പ്രവാസികൾക്കായാലും കുക്കിംഗ് പഠിച്ചു തുടങ്ങുന്നവർക്കായാലും ബാച്ചിലേഴ്സിനായാലും ഒത്തിരി പാത്രങ്ങളൊക്കെ കൈമാറി ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ട് കാണും. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഏറ്റവും സിമ്പിളായിട്ട് കുക്കറിനകത്ത് തന്നെ നമ്മൾ കടലക്കറി വയ്ക്കുന്നു. കുക്കറിനകത്ത് തന്നെ നമ്മളതൊരു സെർവിങ് പാത്രമായിട്ട് നമ്മൾ കരുതി ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള ആ ഒരു കടലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു സവാളയുടെ കളറൊന്നും മാറണ്ട. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഈ ഒരു കടലയും അതുപോലെ സവാളയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു വെള്ളമയം മാറണം, അത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ ഹോം മെയ്ഡ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. ഇത് കുറേ ദിവസം ചീത്തയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇടാമേ. ഇനി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു വെള്ളപ്പറ്റൊക്കെ കുറച്ച് മാറി വരുന്നുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ. കുറച്ച് വെള്ളവും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ചൂടുവെള്ളമൊന്നുമല്ല ഒഴിച്ചു കൊടുത്തേക്കുന്നത്, പച്ചവെള്ളം തന്നെ ആട്ടോ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. കാരണം നമ്മളിത് കുക്കറിനകത്തിട്ട് വേവിച്ചെടുക്കാനുള്ളതാണ്. ഇത് നികക്കെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒത്തിരി വെള്ളവും വേണ്ട. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി 1-2 കറിവേപ്പിലയും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കുക്കറൊന്ന് അടച്ചതിന് ശേഷം നമുക്കൊരു മീഡിയം തീയിൽ ഒരു 5 വിസിലടുപ്പിച്ചെടുക്കാം. കാരണം വെള്ളക്കടലേക്കാളും കറുത്ത കടലയ്ക്ക് കുറച്ച് വേവുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് 5 വിസിൽ അടുപ്പിച്ചെടുക്കണം. തീ കൂട്ടി വെച്ച് അടിക്കരുത്, എങ്കിൽ പെട്ടെന്ന് വിസിൽ വരത്തേ ഉള്ളൂ. പക്ഷേ കടല വേവത്തില്ലേ. അപ്പോൾ മീഡിയം തീയിലാവുമ്പം ഇതേപോലെ കടലയൊക്കെ അത് നന്നായിട്ട് ഈ ഒരു പരുവം പോലെ നന്നായിട്ട് ഇങ്ങനെ വെന്ത് കിട്ടണം. നമ്മളിങ്ങനെ തൊടുമ്പോൾ തന്നെ അലിഞ്ഞു പോകണം. ആ ഒരു പരുവത്തിൽ വെന്ത് കിട്ടണം. ഇനി നമുക്കിത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. പൊടികളൊന്നും ചേർത്തിട്ടില്ല, ഇനി വേണം ചേർക്കാൻ. മഞ്ഞൾപ്പൊടി മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. ഞാനിവിടെ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ കുറച്ച് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു കടലക്കറിയോ അല്ലെങ്കിൽ മീൻ കറിയോ അല്ലെങ്കിൽ ഇറച്ചിക്കറിയോ ഒക്കെ വെക്കണമെങ്കിൽ എടുക്കാനായിട്ട് നമുക്ക് വളരെ ഉപകാരപ്രദമാണ് കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. ഏകദേശം ഒരു 1-1.25 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ പിരിയൻ മുളകാണ് കുറച്ച് കൂടുതൽ ചേർത്തേക്കുന്നത്. പാണ്ടിമുളക് ഒരുപാട് ചേർത്തിട്ടില്ല, കാരണം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് എരിവായി പോകും, അതുകൊണ്ടാണ്. ഇനി കുക്കർ ഏറ്റവും സിമ്പിളാക്കി വെച്ചിട്ട് ഇതേപോലെ കുക്കർ ഫുൾ അടയ്ക്കരുത്, ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇടയിട്ടിട്ട് നമുക്കിങ്ങനെ ലോ ഫ്ലെയിമിലൊരു 5-6 മിനിറ്റ് വെച്ചേക്കണം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ മുകളിലേക്ക് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത്. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്യണേ. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ബെല്ലൈക്കണം സബ്സ്ക്രൈബ് ബട്ടണൊക്കെ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഏറ്റവും ലാസ്റ്റ് കുറച്ച് ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഒത്തിരി ഗരം മസാലയുടെ ആവശ്യമില്ല, കാരണം നമ്മൾ ഹോൾ സ്പൈസസ് ഇട്ടാണ് നമ്മളിത് ആദ്യം വഴറ്റിയത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുക്കറങ്ങ് മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു കുഞ്ഞ് കൈച്ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട്
1/2 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു കറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ചുവന്നുള്ളി കുറച്ച് കൂടുതൽ ചേർത്ത് വേണം താളിച്ചെടുക്കാൻ. ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പകുതി തക്കാളിയോ 1-2 പച്ചമുളകോ ഇട്ട് വഴറ്റിയെടുക്കാം. ഞാൻ പക്ഷേ ഇപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. ഈ ഒരു പരുവത്തിന് നമ്മൾ ഉള്ളിയൊക്കെ മൂത്ത് വരുമ്പം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. ലാസ്റ്റ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ ഒരു കറിവേപ്പിലയുടെയും വറ്റൽമുളകിൻ്റെയൊക്കെ ആ ഒരു കളർ നന്നായിട്ട് നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് നമുക്ക് ചൂടോടുകൂടി താളിച്ച് ആ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് നമ്മൾ ചീനിച്ചട്ടിയിലിട്ട് തിരിച്ചങ്ങ് ഒഴിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഏത് കറി വെച്ചാലും അങ്ങനെ ഒന്ന് ചെയ്യുമ്പോഴാണ് നമുക്കെന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്, നമ്മുടെ അമ്മമാരൊക്കെ പണ്ട് ചെയ്തിരുന്ന പോലെ. ഇനി ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം അടപ്പ് തുറന്ന് നോക്കണം. നല്ലൊരു മണം വരുന്നുണ്ട്. ആ ഒരു മസാലയുടെയും എല്ലാം നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കത് പതിയെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും അപ്പത്തിൻ്റെയും പുട്ടിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല കിടിലം കടലക്കറിയാണിത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടണേ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇന്നിപ്പോൾ ഇത്രയുള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.